ഇന്നലെ വൈകിട്ട് നല്ല മഴ ഉള്ളതുകൊണ്ടേ രാവിലെ ചീരയൊക്കെ നോക്ക് നല്ല ഫ്രഷിലാണുള്ളത്. അപ്പൊ പശുവിന്റെ കറവൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ചീര മുറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ചീര വിളവെടുക്കുന്നതിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ സീസണിൽ ആദ്യം ചീര വിളവെടുപ്പായിരുന്നു. ഇനി അങ്ങോട്ട് ഒന്നിടവിട്ട് ഇതുപോലെ ചീര നമുക്ക് മുറിച്ചെടുക്കാണ്ടാവും. അപ്പൊ ഉമ്മ ഇതുപോലെ കട്ട് ചെയ്തിരുന്നുണ്ട്. രാവിലെ ഇറങ്ങണം ചീരയൊക്കെ മുറിച്ചെടുക്കുമ്പോൾ. കണ്ടില്ലേ ഫ്രഷിൽ ഇന്നാലേ ചീര ഇട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് കടയിൽ കൊടുക്കാനുള്ളതാണ്. പാലായിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ചീരയായിട്ട് പോകണം. ഇവിടെയൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനുള്ള ചീരകളുണ്ട്. അപ്പൊ വേഗം എന്ത് ചെയ്യുക, എല്ലാ ചീരയും കട്ട് ചെയ്തെടുക്കട്ടെ. ചീരയുടെ വിളവെടുപ്പ് തുടങ്ങിയപ്പോഴേ വീട്ടിലെ പണിക്ക് പുറമെ ഉമ്മാക്ക് പുതിയൊരു പണി കൂടെ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇതുപോലെ എന്നും മനി ചീര മുറിച്ചു തരും. അപ്പൊ നമ്മൾ കെട്ടാക്കിയിട്ടാണ് കടയിൽ കൊണ്ടുവന്നത്. അപ്പൊ ആവുന്നത് ഇതുപോലെ നമുക്ക് കെട്ടാക്കി വെക്കാം. ഇങ്ങനെയുള്ള കെട്ടുകളാണ് നമ്മൾ ആക്കുന്നത്. ഇത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പാട്ടോ. ഇത് തൂക്കിയിട്ടൊന്നല്ല, ഓരോ പിടി ഇങ്ങനെ വാരി വെച്ച് ഒന്ന് കെട്ടും. അപ്പൊ ഇതിങ്ങനെ കെട്ടണം. അപ്പൊ നമ്മൾ എടുക്കുന്ന കയറൊന്ന് കാണിച്ചിട്ടാ, നല്ല പാളേന്റെ നാരാണ്. നമ്മളെ തൂമ്പാള കെട്ടിയിരുന്നു. അതിന്റെ നാര് വെച്ചിട്ട് അതിന് വെച്ച് കെട്ടിയാൽ നല്ല ടൈറ്റായി അവിടെ നിന്നോളും. പെട്ടെന്ന് കെട്ടൽ കഴിയും. ഇതിന്റെ നാരാകുമ്പോൾ നല്ല ഉറപ്പ് കിട്ടും. നല്ല ടൈറ്റ് ആക്കി വെക്കാം. അടുത്ത കെട്ടും മേമ എടുത്തിട്ട് കെട്ടി വെക്കട്ടെ. കൂടുതൽ നമുക്കുള്ളത് കേട്ടോ നല്ല പച്ചച്ചീരയാണ് കേട്ടോ. ചുവപ്പ് കുറവാണ്, ചുവപ്പായി വരുന്നേ ഉള്ളൂ. എന്നാലും ഡിമാൻഡ് കൂടുതലും ആളുകൾക്ക് ആവശ്യക്കാരൊക്കെ കൂടുതലുള്ളത് ഈ പച്ചച്ചീരക്ക് തന്നെയാണ്. ഇവിടെയൊക്കെ ഗ്രോ ബാഗിലൊക്കെ ചീര ഉണ്ടായിട്ടുണ്ട്. അതിന് മുറിച്ചെടുത്താട്ടോ. നമുക്ക് എന്താ ചീര, ഗ്രോ ബാഗിലായാലും ചീരയ്ക്കാൻ പറയില്ല, കരുത്തിനൊന്നും ഒരു കുറവില്ല. നല്ല സെറ്റ് ചീരയാണ്. പിന്നെ നമ്മൾ 2 റൗണ്ട് കട്ട് ചെയ്യലായതുകൊണ്ട് ഇപ്പൊ ചീര വാങ്ങിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ഗുണമുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിട്ടോ. നമ്മൾ 1/2 കിലോന്റെ ഒക്കെ കെട്ടൊക്കെ ആകുമ്പോൾ തണ്ട് വളരെ കുറവാണ്. നമ്മൾ ആ ഫസ്റ്റ് കട്ടിയിൽ തണ്ട് കുറച്ച് കൂടുതൽ വരും. ഇപ്പൊ തണ്ട് കുറവായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇല കിട്ടും. അപ്പൊ കുറെ വേണം. നമുക്ക് 1/2 കിലോക്ക് ചീര വാങ്ങിയാൽ അത്യാവശ്യം 1 കിലോന്റെ മേനിയെ നമുക്ക് ചീര തൂക്കി വെക്കുമ്പോൾ തോന്നിക്കും. ഇതിലായിട്ടില്ല, ഇതിൽ കുറച്ചുകൂടെ ആക്കിയെടുക്കാനുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണുന്ന അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി നേരിട്ട് വന്ന് ചീരയൊക്കെ കൊണ്ടുപോവാം. പക്ഷെ ചീരയ്ക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ രാവിലെ വൈകിട്ട് വരണം. ഉച്ച സമയത്ത് ഒരിക്കലും ചീരയ്ക്ക് വരരുത്.